വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സുധേഷ്. 2024 ജാനുവരിയിലെ സെക്ട് എക്കണോമിക്സിലെ കുറച്ച് മാത്തമാറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിലരെങ്കിലും മാത്സ് ആണെന്ന് വിചാരിച്ച് ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് പോലും അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനി മുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഇനി മുതൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ആദ്യ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? Assume that a consumption function of an economy is 40 plus 0.8y and the planned level of investment is rupees 75 crores. Determine the equilibrium level of national income. നമ്മളോട് നാഷണൽ ഇൻകം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? കൺസംഷൻ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. നാഷണൽ ലെവല്, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? y = c + i. നമുക്ക് കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും മാത്രമേ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഇക്വേഷൻ മതി. ഇനി ഗവൺമെന്റും കൂടെ കൊടുത്താൽ എന്താ? ഒരു ഗവൺമെന്റ് ആഡ് ആവും. ഇനി ഫോറിൻ സെക്ടേഴ്സ് x - m വന്നാൽ അതും കൂടെ ഇട്ട് ചെയ്യാം. ഔട്ട്പുട്ട്, ഇൻകം ഒക്കെ ചോദിച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ ഇക്വേഷൻ തന്നെ. നമ്മളോട് എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത് മതി അല്ലേ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? ഇനി ഇതിനകത്ത് എന്താ? സി എന്ന് പറയുന്നത് 40 + 0.8y. 40 ആണ് നമ്മുടെ ഓട്ടോണോമസ് കൺസംഷൻ. 0.8 എന്ന് പറഞ്ഞാൽ എന്താണ്? MPC ആണ് കേട്ടോ. ഇതൊക്കെ എന്താന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ സി എന്താണ്? 40 + 0.8y 75 ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഇനി 75 40 കൂട്ടി എത്ര വരും? 115 + 0.8y ആണ്. ഇനി ദാ ഇവിടെ ഒരു y ഉണ്ട്, അവിടെ ഒരു y ഉണ്ട്. ഈ കോമൺ ആയിട്ടുള്ള ടേംസിനെ ഒരുമിച്ച് ഇടുക. പ്ലസ് 0.8y ഇങ്ങോട്ട് വരും, ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താ സംഭവിക്കുക? പ്ലസ് മൈനസ് ആവും അല്ലെ? അപ്പൊ y - 0.8y = 115 വന്നു. ഇനി 10 8 പോയാ 2. നമ്മൾ 1 0.8 പോവാന്നാണ് സാധാരണഗതിയിൽ. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 10 8 പോവാന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ 0.2y = 115. ഇനി എന്താണ്? നമുക്ക് ഇവിടെ എഴുതാം അല്ലെ? y = 115 / 0.2. ഇനി നമ്മുടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ എത്ര വരും? 115/2 വരും. 2 കൊണ്ട് ഡിവിസിബിൾ അല്ലേ? എങ്ങനെ വരും? 10 എത്ര ടൈംസ്? 5 ടൈംസ്. 15 അപ്പൊ വരും 7, 14, 1, 10. എത്ര വരും? 10 എപ്പോഴാണ് വരുന്നത്? 5. അപ്പൊ 575. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കാണാനാണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? y = c + i. c തന്നിട്ടുണ്ട്, i തന്നിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനല്ലേ ഉള്ളൂ. c എന്താണ്? 40 + 0.8y 75 ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. 40ഉം 75ഉം ലൈക്ക് ടേംസിന് എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? 0.8y ആണ് അല്ലേ? അപ്പൊ 0.8y നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ എന്തായി? -0.8y ആയി. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്താ? 115 / 0.2 ആയി. അതിനെ ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 10 ചെയ്തു. അപ്പൊ 115 / 2 കിട്ടി. അതിനെന്താ? ഡിവൈഡ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അപ്പൊ ഈ ഒരു ഉത്തരം ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 575. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വാട്ട് ഈസ് ദ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ ഇഫ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഗിവൺ ആസ് P = 100 - 2Q? നമ്മൾ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? മാർജിനൽ റവന്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. മാർജിനൽ റവന്യൂ എങ്ങനെയാ കാണുന്നത്? നമ്മുടെ TRന്റെ ടോട്ടൽ റവന്യൂന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? മാർജിനൽ റവന്യൂ. എന്താണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്? MR എന്ന് പറയുന്നത് എന്താണ്? TRന്റെ ഡെറിവേറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? എന്തിനാണ്? TRന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ എന്ത് വേണം? TR വേണം. TR എങ്ങനെ? അതായത് ടോട്ടൽ റവന്യൂ വേണം. ടോട്ടൽ റവന്യൂ എങ്ങനെ കിട്ടും? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ ഈക്വൽസ് എന്താണ്? P × Q അല്ലേ? ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? P × Q എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? പ്രൈസ് തന്നിട്ടുണ്ട്, ഇൻറ്റു Q ചെയ്താൽ മതി. അപ്പൊ TR ഈക്വൽസ് P × Q നമുക്കറിയാം. സോ P എത്രയാണ്? 100 - 2Q × Q.
അതെന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹോൾ ഇട്ട്? ചില സ്റ്റുഡൻസ് ഇവിടെ എന്ത് ചെയ്യും, 100 - 2q ഈ ബ്രാക്കറ്റ്സ് ഇടാതെ q എഴുതും. അപ്പൊ എന്താ പ്രശ്നം തന്നെ? ഇതിന്റെ ഉത്തരം എന്ത് വരും? 100. അപ്പൊ എന്ത് വരും? 100 - 2q² എന്ന് വരും. അങ്ങനെയാണോ വേണ്ടേ? അല്ല, ഈ p-നെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. p എന്ന് പറഞ്ഞാൽ 100 - 2q ആണ്. മനസ്സിലായോ? അപ്പൊ ഹോൾ ഇൻറ്റു q ആണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തരുത് കേട്ടോ. അപ്പൊ എന്തായിരിക്കും? ഹോൾ ആണ് നമ്മളല്ലേ വരുന്നത്. അപ്പൊ എന്താണ്? TR എന്ന് പറയുന്നത് എന്തായിരിക്കും? 100q - 2q². ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. MR എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് TR. അതെന്താണ്? ഈ 100q - 2q². ഞാൻ എല്ലാ സ്റ്റെപ്പും എഴുതി ചെയ്യുന്നത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാ വരുന്നത്? 100q ഡെറിവേറ്റീവ് 100, 2q², 2 2s are 4, 4q. അപ്പൊ MR എത്രയാണ് വരുന്നത്? MR equals 100 - 4q. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ? നോക്കിയാലോ. എവിടെ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മാർജിനൽ റവന്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മാർജിനൽ റവന്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ടോട്ടൽ റവന്യൂ വേണം. എന്തുകൊണ്ടാണ് ടോട്ടൽ റവന്യൂ വേണ്ടേ? മാർജിനൽ റവന്യൂ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ റവന്യൂയുടെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? എന്താ എടുക്കുന്നത്? ഡെറിവേറ്റീവ് എടുക്കണം. നമുക്ക് ക്വസ്റ്റ്യനില് പ്രൈസ് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ TR കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രൈസ് ഇൻറ്റു ക്യൂ. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? P ഇൻറ്റു ക്യൂ വെച്ച് ചെയ്തു. P ഇൻറ്റു ക്യൂ ആണ് നമ്മുടെ വരുന്നത്. ആൻഡ് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഹോൾ, ഈ ഒരു P-ന്റെ ഹോൾ മൊത്തത്തില് ഇൻറ്റു ക്യൂ ആണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ എന്ത് ചെയ്തു? TR കണ്ടു. TR കണ്ടാൽ പിന്നെ എന്താ? നേരെ ഡെറിവേറ്റീവ് എടുക്കുക, ആൻസർ കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റേഞ്ചിന്റെ കോഎഫിഷ്യന്റ് കാണാനാണ്. റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഈക്വൽസ് ഹൈയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പോ റേഞ്ചിന്റെ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഹൈയസ്റ്റ് മൈനസ് ലോവസ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈയസ്റ്റ് പ്ലസ് ലോവസ്റ്റ് ആണ്. ഇനി അത് ഏറ്റവും വലിയ സംഖ്യ ഏതാ വരുന്നത്? വലുത് വരുന്നത് 67, ചെറുത് വരുന്നത് 18 ആണ്. അപ്പൊ എന്താണ്? 67 മൈനസ് 18 ഡിവൈഡഡ് ബൈ 67 പ്ലസ് 18 ആണ് കേട്ടോ വരുന്നത്. അപ്പോ 7ന്ന് 8 പോയാൽ എത്ര വരും? 9. 5ന്ന് 1 പോയാൽ 4, 49 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 7 15, 1 6 7 8 85, 49 ഡിവൈഡഡ് ബൈ 85 ആയിരുന്നു. അപ്പൊ എന്താ ചെയ്ത് നോക്കിയാലോ. 49 85 0 വേണം. അപ്പൊ 0.2 5 ഇട്ട് ചെയ്യാം അല്ലെ നമുക്ക്. 85 ഇൻറ്റു 5 5 5 25 2 42 425 വരുന്നു. 425 5 8ന്ന് 2 പോയാൽ 6 വീണ്ടും 0. നമുക്ക് 5 വെച്ച ഒരു ഓപ്ഷനേ ഉള്ളൂ, ഡി ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 7 കൂടി ഇട്ട് ശരിയാണോ നമ്മളൊന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. 7 ഇട്ടു. 7 5s 35 3 8 7s 56 57 58 59 59 വന്നു. 7 5 9 5 വന്നു. പിന്നെ എത്രയാ? 5 4ന്ന് 9 പോയാ 4 5 6 7 8 9 5 വന്നു. ഓക്കെ 55 വന്നു. പിന്നെ നമ്മുടെ ഓപ്ഷനിൽ ഏതാ? 6 ആണല്ലേ വരുന്നത്. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 85 ഇൻറ്റു 6 33 40 48 49 50 51 51 വന്നു. ഓക്കെ ഇത് നമുക്ക് ഇത്ര മതി. 0.576 നമുക്ക് കിട്ടി അല്ലേ? 0.576. ക്ലിയർ അല്ലേ? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും ഹൈസ്റ്റ് എന്തായാലും 85 ഇൻറ്റു 2 എന്തായാലും വരില്ല എന്നറിയാം. 3 വേണമെങ്കിലും ഇട്ട് നോക്കാം. ഒരിക്കലും 49 വരില്ല നമുക്കറിയാം അല്ലെ. ഉറപ്പായിട്ടും 49 ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ എന്താ? പോയിന്റ് വരും എന്നറിയാം. അപ്പൊ ഒബ്വിയസ്ലി എന്താ? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. 2 എന്ന് പറയുമ്പോൾ എന്താ? 85 ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഒരു ചെറിയ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ കളഞ്ഞു. പിന്നെ നമ്മൾ എന്താ? 3ഉം 5 ഇട്ടും വേണം കേട്ടോ ചെയ്ത് നോക്കാൻ. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ എല്ലാം. അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇത് ഡിറ്റർമിനൻസ് കാണാനാ. ഡിറ്റർമിനൻസ് കാണാൻ എങ്ങനെയാ? സിമ്പിൾ ആണല്ലേ. ഇത് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഡിറ്റർമിനൻസ് എപ്പോഴും ചോദിക്കാം. ഇത് 2 ഇൻറ്റു 2 മോഡലാണ്. പക്ഷേ 3 ഇൻറ്റു 3 വരുമ്പോഴാണ് ഏറ്റവും ടഫ് വരുന്നത്. ഇതെന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 2 ഇൻറ്റു 3 ചെയ്യുക ആൻഡ് 1 ഇൻറ്റു 3 ചെയ്യുക. ആ ഉത്തരങ്ങളോട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ.
ഇപ്പൊ 2 3s എത്ര വരും? -6 വരും. എത്ര വരും? -6 വരും. -1 into 3 എത്ര വരും? 3 വരും അല്ലേ? അപ്പൊ എത്ര വരുന്നത്? -9 വരും. അപ്പൊ നമ്മുടെ ഡിറ്റർമിനന്റ് ഏതാ? ഓപ്ഷൻ സി ആണ് ആൻസർ. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇതിൽ സംശയം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, കമന്റിൽ ചോദിച്ചാൽ നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പൊ ഇതാണ് ഡിറ്റർമിനൻസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. 2 സെക്ടർ മോഡൽ അല്ലെങ്കിൽ 2 into 2 മോഡലാണ് എളുപ്പമാണത്. പക്ഷെ 3 into 3 മോഡൽ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും ടഫ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഡിറ്റർമിനൻസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മുന്നിൽ ഏകദേശം എത്ര ഡേയ്സ് ഉണ്ട്? ഒരു 30 ഡേയ്സ് ആണ് നമ്മുടെ എക്സാം. ഫെബ്രുവരി 22-നാണ് നമ്മുടെ എക്സാം വരുന്നത്. ഒരു 30 ദിവസം ഇനി നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇനി ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചാൽ മാത്രമാണ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇമ്പോർട്ടന്റ് ഏരിയാസ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു മെന്റർ, ഒരു സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് CCA കോൺടാക്ട് ചെയ്യാം. നമ്മളിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 30 ഡേയ്സ് ബാച്ച് ഇപ്പൊ റണ്ണിങ് ആണ്. സെറ്റ് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ജോയിൻ ചെയ്യുക. അതുകൂടാതെ തന്നെ നമുക്കൊരു ഫ്രീ ഗ്രൂപ്പും ഉണ്ട് സെറ്റിന് വേണ്ടിയിട്ട്. സെറ്റ് എക്കണോമിക്സിന് ഒരു ഫ്രീ ഗ്രൂപ്പും ഉണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. ഒരു ഫ്രീ ഗ്രൂപ്പാണ്. സെറ്റ് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും, ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എക്കണോമിക്സ് ഒരു ടഫ് എക്സാം ആണ്. സോ നിങ്ങൾ എല്ലാവരും കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക്